തൃശൂരിൽ വാഹനാപകടത്തിൽ കെ.എസ്.ആർ.ടി.സി ലോ ഫ്ലോർ ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വാഹനം ഇടിച്ച് ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നവരുകളുമായി കിരൺകുമാർ ചേരുകയാണ്. കിരൺ, ഇന്നലെ രാത്രിയാണോ സംഭവം ഉണ്ടായത്, അതോടെ പുലർച്ചെയാണോ സംഭവം ഉണ്ടായത്? ദൃശ്യങ്ങളിൽ നിന്നും അത്തരത്തിലുള്ളൊരു സൂചനകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയും എങ്ങനെയാണ്? ഈ പ്രതിമയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. നിയന്ത്രണം വിട്ട KSRTC ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പ്രതിമയ്ക്ക് ചുറ്റുമുള്ള ഇരുമ്പ് വേലി തകർത്താണ് ഈ ബസ് പ്രതിമയിലേക്ക് ഇടിച്ചത്. വാഹനത്തിന്റെ ഇടിച്ചതിന്റെ ആഘാതത്തിൽ പ്രതിമ താഴെ വീണ നിലയിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഈ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൃശ്ശൂരിലെ തന്നെയുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ 3 പേരുടെയും നില ഗുരുതരമല്ല എന്നുള്ളൊരു വിവരമാണ് ഏതായാലും ലഭിക്കുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഏതായാലും അപകടത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ പരിശോധന നടന്നു വരികയാണ്. ഇപ്പോൾ ഈ അപകടമുണ്ടായ വാഹനം, ഈ ബസ് ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇവിടെ നിന്നും നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തകർന്നു വീണ ശക്തൻ തമ്പുരാന്റെ പ്രതിമ അത് ഇന്ന് തന്നെ ശരിയാക്കും എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും തൃശൂർ മേയർ MK വർഗീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ അപകടമുണ്ടായിട്ടുള്ള വാഹനം ഇവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിക്കുകയാണ്.